ഹായ്, ഇത് ഹണി റോസ് ആണ്. സ്റ്റാർ ജാമിൽ. It's AK47. ഞാനിപ്പോ ഒരു സോങ്ങിന് 4 വരി പ്ലേ ചെയ്യാം. ഇത് ആഷിഖ് കപൂറിന്റെ ഏറ്റവും പുതിയ മൂവിയിലെ പാട്ടാണ്. Here we go. ഇലകൾ പച്ചയാണ് ബായ്, പൂക്കൾ മഞ്ഞയാണ് ബായ്, ഞാൻ ഇങ്ങനാണ് ബായ്, അതിനെന്താണ് ബായ്. എന്താണ് അതിന്റെ വരി? എന്താ? ഇലകൾ പച്ചയാണ് ബായ്, പൂക്കൾ മഞ്ഞയാണ് ബായ്, ഞാൻ ഇങ്ങനാണ് ബായ്, അതിനെന്താണ് ബായ്. ഇതേ കവി ഹൃദയത്തോടെ സ്വന്തം കാര്യം പറയുക. ഞാൻ ഇങ്ങനാണ് ബായ്, അതിനെന്താണ് ബായ്. ഞാൻ പറയില്ല, ഞാൻ കുറച്ച് ബോൾഡാണ് ബായ്. ഞാൻ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അതിന് സോറി പറയുന്നതിൽ എനിക്കത്ര മടിയൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് ബായ്. ഞാൻ ഡാഷ് ആണ്. നല്ല വ്യക്തിത്വമുള്ള ഒരു പെൺകുട്ടിയാണ്. എന്താ നല്ല വ്യക്തിത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? കൊനഷ്ട ചോദ്യങ്ങളോ. നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുക, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഡാഷ് വയസ്സിൽ ഞാൻ ആദ്യമായി അഭിനയിച്ചു 16. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഡാഷ് ആയിരുന്നു. ഞാനൊരു രാജകുമാരിയായിരുന്നു. എനിക്കിഷ്ടമാണ്. ഹോട്ടസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ഡാഷ് ആണ്. എനിക്കിഷ്ടമുള്ള ആള് സച്ചിനാണ്. ഹോട്ടസ്റ്റ് ഇന്ത്യൻ ആക്ടർ ഡാഷ് ആണ്. വിജയ്. ഹോട്ടസ്റ്റ് പൊളിറ്റീഷ്യൻ ഡാഷ് ആണ്. രാഹുൽ ഗാന്ധി. മമ്മൂട്ടി ജോൺ എബ്രാഹിമും കഴിഞ്ഞ ആഴ്ച കണ്ടുപിട്ടി. പിന്നെ ഹണി റോസ് ആണ് കാണുന്നത് ജോൺ എബ്രാഹിമിനെ എന്നുണ്ടെങ്കിൽ എന്ത് ചോദിക്കും? പ്രണയമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറഞ്ഞ വേണമെങ്കിൽ ഒരു ചാൻസ് ഉണ്ടോന്ന് പറയും. ഓക്കെ, ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. വാട്ട്സ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് ദീസ് തിങ്സ് എന്ന് പറയണം. ഓക്കെ, ട്രിവാൻഡ്രം ലോഡ്ജ് എന്നുള്ള സിനിമയിൽ ഹണി പോർട്രേ ചെയ്ത ക്യാരക്ടർ വെച്ചാണ്. ഓപ്ഷൻ എ അബൌട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്. ഉണ്ടാവാം, പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് പാലിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടെ പ്ലസന്റ് ആയിരിക്കും തോന്നാറുണ്ട് എനിക്ക്. ടൈം പാസ് പ്രേമം. എനിക്കതിൽ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രണയത്തിന് താല്പര്യമുള്ളൂ. എനിക്ക് തോന്നി. ഓപ്ഷൻ സി താല്പര്യമില്ലെങ്കിൽ ലൈഫിൽ ഡിവോഴ്സ് ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികൾ. നല്ല കാര്യമാണ്. നമുക്ക് രണ്ടുപേര് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അതിൽ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ്. കാരണം രണ്ടുപേർക്കും സന്തോഷമായിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. 4 അധികം പരിചയമില്ലാത്ത ഒരാണിന്റെ കൂടെ നാട് ചുറ്റി ഡേറ്റ് ചെയ്ത് നടക്കുക. ഇല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. പരിചയമില്ലാത്ത ഒരാളെ എനിക്ക് അത്ര പെട്ടെന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാറില്ല. അതാരായാലും ഞാൻ അത്ര പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരു ടൈപ്പ് അല്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഇല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പറ്റാതെ പോകുന്നത്. എന്റെ കൂടെ ഉണ്ട് ഹണി റോസ് ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. 10 കണക്കിന് ഫൺ. എന്റെ കൂടെ ഹണി റോസ് ആണുള്ളത്. ഞാൻ 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, 10 കണക്കിന് ഫൺ. 10 ക്വസ്റ്റ്യൻ ചോദിക്കും. സേ ട്രൂ ഓർ ഫാൾസ്. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഹണി റോസിന്റെ ക്യാരക്ടർ ധ്വനി പിന്നെ ഷീ ഡ്രിങ്ക്സ്. അപ്പൊ ഹണി ഐ ഡ്രിങ്ക്. ഐ സ്മോക്ക്. ട്രൂ ഓർ ഫാൾസ്? ഐ ഫ്ലേർട്ട്. ട്രൂ ഓർ ഫാൾസ്? ഐ ലൈക്ക് മാരിഡ് മെൻ. എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടക്കുറവൊന്നുമില്ല. ഇതിലേതാണ് ശരി? ഐ എം സിംഗിൾ. ട്രൂ. ഐ എം റെഡി ടു മിംഗിൾ. ട്രൂ. ഡിഫറൻസ് ബിറ്റ്വീൻ പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിലെ ധ്വനി എന്ന ക്യാരക്ടറും ഹണി റോസിന്റെ റിയൽ ലൈഫിലെ ആളും. ധ്വനി അവക്ക് ലൈഫിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയാണ്. അത്രയൊരു സ്മാർട്ടാന്ന് പറയാൻ പറ്റില്ല. അത്ര തന്നെ ഇടമൊന്നും എനിക്കില്ല, പക്ഷെ അതിന്റെ ഒരു പകുതി വരും. ഞാനും കുഴപ്പമില്ല, വലിയ മോശമല്ല. ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണം? ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ അതിന് എതിരെ പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അല്ലാതെ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു പെണ്ണായിരിക്കരുത്. എന്ന് പറഞ്ഞാൽ വലിയ അടി കൊടുക്കും ബഹളം അങ്ങനെയൊന്നുമല്ല, ഫൈറ്റൊന്നുമല്ല. നമ്മള് ഭയങ്കര കൂളായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ധ്വനി ഒരു ക്യാരക്ടർ ഷിബുവിനോട് പറയുന്ന ഒരു ഇതില്ലേ, അവരുടെ ഒരു ഡയലോഗ് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡീൽ ചെയ്യാറുണ്ട്. സിമ്പിൾ ആയിട്ട് ആൺകുട്ടികൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? സിമ്പിൾ ആയിട്ടാണല്ലോ അപ്രോച്ച് ചെയ്യാറുള്ളത്. എവിടം വരെ എനിക്ക് പോകാൻ കഴിയുന്നുള്ളത് എനിക്കറിയാം. അപ്പൊ എനിക്കുള്ള ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഒക്കെ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് തുറന്ന് കാര്യങ്ങൾ പറയാം. പല ആളുകൾ പല പ്രലോഭനങ്ങളും ഉണ്ടാവാം. ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതിനെല്ലാം അടിയിൽ പോയി കഴിഞ്ഞാൽ ലൈഫ് കൊളാവും. അതല്ലാതെ ബോൾഡായിട്ട് നിൽക്കാൻ കഴിയണം. ഈ പ്രലോഭനം എന്ന സെൻസ് എങ്ങനെ വരാം? ഗുഡ് മൂവീസ്, ഗുഡ് ഫിലിം, ഗുഡ് ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. പല രീതിയിലായിരിക്കാം. സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിലായിരിക്കുമല്ലോ നമുക്ക് കൂടുതലും ആളുകൾക്ക് നമ്മളെ ചൂഷണം ചെയ്യാന്നുള്ള ഒരു തോന്നൽ വരുന്നത് ആ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിലാവൂല. അപ്പം നമുക്ക് അപ്പൊ ചൂണ്ടയിട്ടാ പിടിക്കാന്നുള്ളൊരു രീതിയാവൂല. അപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചൂണ്ട കിട്ടുമ്പോ ഹണി എന്താ ചെയ്യാ? കട്ട് ചെയ്ത് കളയും. ഒരു പെണ്ണ് പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിലെ ആ ധ്വനി എന്നുള്ള ക്യാരക്ടർ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്ന ഒരു സമയത്ത് അവളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും ആ കുട്ടിയിൽ നിന്ന് എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ? ചിലതൊക്കെ ഉണ്ട്. അത് ഞാനിവിടെ തുറന്നു പറയുന്നില്ല. പടം കണ്ടവർക്കൊക്കെ അറിയായിരിക്കാം. എന്റെ കൂടെ ഉണ്ട് ഹണി റോസ് ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. 10 കണക്കിന് ഫൺ. with RJ Sean.
ട്രിവാൻഡ്രം ലോഡ്ജിലെ ചുരുണ്ടുമുടിക്കാരി ഹണി റോസ് എന്നൊരു പാവം തൊടുപുഴക്കാരിയാണ് ഇന്ന് എന്റെ കൂടെ ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ. വെൽക്കം ബാക്ക് ടു ദി ഷോ. ഒരു തൊടുപുഴക്കാരിയായിട്ട് പറയാം, സിനിമ എല്ലാവർക്കും തൊടാൻ പറ്റുന്ന ഉയരത്തിലാണോ അല്ലയോ? എങ്ങനെ സിനിമയിൽ എത്തിപ്പെടണം എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു ചെറിയൊരു ആഗ്രഹമുള്ളൂ എല്ലാവർക്കും ഉള്ളതുപോലെ. അത് പക്ഷെ എങ്ങനെയോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമൊക്കെ കൊണ്ടാവാം അങ്ങനെ എത്തിപ്പെട്ടു. അതപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തോന്നുന്നു. ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന ആഗ്രഹിക്കുന്ന ഹണിയെ പോലെ തൊടുപുഴ ഒരു സ്മോൾ ടൗൺ സിറ്റിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു എന്താ പറയുക ബിഗ് ടൈം അംബീഷൻ ഉള്ള ഒരു പെൺകുട്ടി. ദാറ്റ്സ് യു. അങ്ങനത്തെ ഒരുപാട് സ്മോൾ ടൗൺ ഗേൾസ് ഈ ഷോ കേൾക്കുന്നുണ്ട്. സോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിഗ് മെസ്സേജ് എന്താ? എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണം, നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ അത് എക്സ്പീരിയൻസ് ആണ്. അതങ്ങനെ നമുക്ക് സ്വയം വന്നോളും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും പേരൻസിന്റെ അടുത്ത് വന്നിട്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, അവരെ മറച്ചു വെച്ചിട്ട് മുമ്പോട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അത് അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം അവരായിരിക്കും ഏറ്റവും പ്രലോഭനം വരുമ്പോൾ അതെ ഏറ്റവും നമുക്ക് കൃത്യമായിട്ട് നമ്മളെ മുമ്പോട്ട് നയിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ അമ്മ അച്ഛനൊക്കെ ആയിരിക്കും. എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അച്ഛൻ എന്താ പറയാ? അച്ഛന്റെ അടുത്തല്ല, അമ്മയുടെ അടുത്ത്. അമ്മ എന്താ പറയാ? അമ്മ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അമ്മ പറയോ നമുക്കത് കട്ട് ചെയ്യാൻ പേടിക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിൽ വന്നേന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് തന്നെ ഉറപ്പില്ല എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും. എന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അയ്യോ അഭിനയിക്കാനൊക്കെ പറ്റുമോ, ഈ സിനിമയിൽ ആഗ്രഹം പോകണമെന്നൊക്കെ പറയുന്നതിന് അഭിനയിക്കാൻ അറിയാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനും സ്വയം എന്നോട് തന്നെ ചോദിക്കാറുണ്ട് അത് എനിക്കറിയാവോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ശരിക്കും നമുക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോകുക. അത് കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കാം, പക്ഷെ എന്നായാലും അത് ലക്ഷ്യത്തിലെത്തും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Super, that's Honey Rose with us on Club FM. Star Jamil. Ton കണക്കിന് fun. Star Jam with RJ Sean. ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി ഇട്ട പോസ്റ്റും ആ പോസ്റ്റിന് മലയാളി പെൺകുട്ടി കൊടുത്ത ലൈക്കുമാണ് ഈ ആഴ്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. എന്നോട് അതുപോലെ സുന്ദരിയായിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ട്. ഹായ്. ആൾക്കാർ ആലോചിക്കണ്ട ഈ ശബ്ദത്തിനോട് മേരാന്ന്. ഹണി റോസ്. ഹായ് ഹണി റോസ്, വെൽക്കം ബാക്ക്. താങ്ക് യു. ഇത് ക്ലബ് FM സ്റ്റാർ ജാം. ആർ യു ആക്റ്റീവ് ഓൺ ഫേസ്ബുക്ക്? അല്ല, ഞാൻ അതിന് വേണ്ടി അത്ര ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഒത്തിരി ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്, ഹണി റോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹണി ഫേസ്ബുക്കിൽ ഇല്ല എന്ന് പറയണേ? ഇല്ല. എന്റെ ശബ്ദം ഉയർത്തണം, എനിക്കും പറയണം എന്നൊന്നും തോന്നിയിട്ടില്ല. കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ വലിയ കുട്ടിയാവട്ടെ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചു. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് പെൺകുട്ടികളെല്ലാം പഴയതിനേക്കാൾ കൂടുതൽ ഗട്സ് ഉള്ള കുട്ടികളെ കുറെയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറെ കൂടി അവര് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഒരു വലിയ മറയൊന്നുമില്ല അവർക്ക്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ഹണി റോസ് ഇന്റർവ്യൂല് വരുന്ന സമയത്ത് ആലോചിക്കാറുണ്ടോ ഓപ്പൺ ആയിട്ട് പറയണോ വേണ്ടയോ? ഞാൻ പറയാറുണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ പോകാറില്ല അതിലേക്ക്. എന്തിനെ കുറിച്ചും തുറന്നു പറയാനുള്ള ധൈര്യം ഇതുണ്ടോ? എന്റെ ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. ഇതൊരു പ്രശ്നമാവും, ഒരു കോൺട്രവേഴ്സി ആവും എന്നൊക്കെ വിചാരിക്കാറുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തുറന്നു പറയാനില്ല. അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അതിന്റെ കഴിഞ്ഞ ആഴ്ച കേട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മുഖം കാണാതെ ഒരു പെൺകുട്ടി മൊബൈൽ വഴി ഒരാളെ സ്നേഹിച്ചു. ഒടുവിൽ കണ്ടപ്പോൾ അയാൾക്ക് 70 വയസ്സായിരുന്നു പ്രായം. ബോധം കെട്ടി വീണു എന്നല്ലേ ഞാൻ കേട്ടിരുന്നു. മൊബൈൽ പ്രണയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഹണി? വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും പ്രണയം വരുമെന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെ ഒരാളെ പ്രേമിക്കാൻ പറ്റും? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അടുത്ത് നമുക്കൊരു സ്നേഹം ഒക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ തന്നെ അയാളെ കുറെ മനസ്സിലാക്കി നല്ല ഒരാളാണെന്ന് ഉറച്ച ബോധ്യമൊക്കെ വന്നാലേ എന്നെ സംബന്ധിച്ചിടത്തോളം വരാറുള്ളൂ. അപ്പൊ എനിക്കറിയില്ല അതെങ്ങനെ പറ്റും, ഫോണിൽ കൂടെ ഒക്കെ എങ്ങനെ പറ്റും എന്ന് എനിക്കറിയില്ല. സോ ഈ ആഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് കസബ് എന്ന പേരാണ്. ആസ് ആൻ ഇന്ത്യൻ വാട്ട് ഡു യു ഫീൽ? സത്യത്തില് എനിക്ക് എല്ലാവരും പറയുന്നതിൽ എല്ലാവർക്കും സന്തോഷമാണ് എന്ന് പറയുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരാതിരിക്കട്ടെ. ഇതിന്റെ പുറകിൽ ഒത്തിരി വലിയ വലിയ ആളുകളുണ്ട്. അവരെയൊക്കെ നേരിടാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ക്ലബ് FM സ്റ്റാർ ജാമിൽ ഹണി റോസിന്റെ കൂടെ ഷാൻ ടൺ കണക്കിന് ഫൺ